പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയും ആദർശം ഏർപ്പാടാക്കിയിട്ടുള്ള മാളവിക എന്നുള്ള ഒരു പെൺകുട്ടി AN ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ ആദർശ് അവിടെ എത്തിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അതനുസരിച്ച് തന്നെ അവിടുത്തെ CCTVയും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ ഓരോ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നതും. ആ ഒരു സമയത്ത് നയന പറഞ്ഞിരുന്നു, അവിടെ അഭിയും എൻ്റെ ചേച്ചിയും വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അവിടുത്തെ മോഡലായി പ്രവർത്തിക്കുന്നത് എൻ്റെ ചേച്ചിയാണ്. പക്ഷേ ചേച്ചിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ നമ്മുടെ പ്രധാന ശത്രുവാണ്. ഭർത്താവിനെ അത്രമേൽ വിശ്വസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരവിടെ വന്നിട്ട് സംസാരിക്കുന്നതിനെക്കുറിച്ചും ഒന്ന് നീ അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മാളവിക പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ഏറ്റു ചേച്ചി, എന്തായാലും മാഡവും സാറും പറഞ്ഞതുപോലെ തന്നെ ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് മാളവിക നമ്മുടെ AN ജ്വല്ലറിയിൽ എത്തുകയാണ്, ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ ഡേവിഡ് സാറെ ഓരോന്ന് പറഞ്ഞ് മയക്കിയെടുത്ത് കയ്യിലെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലുള്ളൊരു സാറ് ഞാൻ എൻ്റെ കരിയറിൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയും ദയാലുവായിട്ടുള്ളതും കരുണ കാണിക്കുന്നവരും അതുപോലെ സ്റ്റാഫുകളോട് നല്ല രീതിയിൽ പെരുമാറുന്നതുമായിട്ടുള്ള ഒരു സാറിനെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. എല്ലാവരും സാറിനെ കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ സോപ്പിട്ടിട്ട് വലുതാക്കി വെച്ചിട്ട് അവിടെ കയറി പറ്റുകയാണ്. ആ ഒരു സമയത്ത് ഡേവിഡും പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സ്റ്റാഫിനെ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാവരും കുശുമ്പും ഒക്കെ കാണിച്ചിട്ട് പോവുക ചെയ്യുക, പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് മാളവിക ആ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അതേടോ ഇതുപോലുള്ളൊരു സ്റ്റാഫിനെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല, അത് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അബി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ആ ഒരു സമയത്ത് ഡേവിഡ് ചോദിക്കുന്നുണ്ട്, അല്ല അബി, നിൻ്റെ ഭാര്യ വന്നിട്ടില്ലേ, നവ്യ വന്നിട്ടില്ലേ, നീ എന്താ തനിച്ച് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പിന്നെ എനിക്ക് ഇവിടെ ഒരു ജോലീൻ്റെ ഓഫർ തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ അന്ന് മുൻപ് അവർ മോഡൽ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ അതേക്കുറിച്ചൊന്ന് സംസാരിക്കാനാണ്. എനിക്കിപ്പോൾ എന്തായാലും ജോലി അത്യാവശ്യമാണ്, എന്നാലേ മൂർത്തിസ് ജ്വല്ലറിക്കെതിരായിട്ടൊന്ന് പിടിച്ചു നിൽക്കാനും എനിക്ക് ജോലി ഉണ്ടെങ്കിലേ അവരെ ഒന്ന് എനിക്ക് താഴ്ത്തിക്കെട്ടി സംസാരിക്കാനും കഴിയുകയുള്ളൂ. അത് സാറ് തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് അത് സംസാരിക്കാനാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡേവിഡ്, ഇവനൊരു തലവേദനയാവുമല്ലോ, വേഗം തലയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്, എന്തെങ്കിലും പറഞ്ഞ് വേഗം ഒഴിവാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അബിയോട് പറയുന്നുണ്ട്. അത് പിന്നെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ, ഇവിടുത്തെ സാറിനോട് ജസ്റ്റ് ഒന്ന് സംസാരിക്കണം, പിന്നെ ഞാനല്ല തീരുമാനിക്കുന്നത്, എനിക്ക് മുകളിൽ ഒരാളുണ്ട് എന്നുള്ള രീതിയിൽ ഡേവിഡ് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മാളവിക ചിന്തിക്കുന്നുണ്ട്, അത് ശരി, അപ്പോൾ ഇയാളല്ല ശരിക്കുള്ള ആൾ, ഇതിൻ്റെ മുകളിൽ ഒരാളുണ്ട്, അതന്നെയാണ് ആദർശ് സാറും പറഞ്ഞിട്ടുള്ളത്, അയാൾ ആരാണെന്നുള്ളത് കണ്ടെത്തണം. ഇനിയിപ്പോൾ ഇവനെ പിടിച്ചാൽ വല്ല സൂചനയും കിട്ടുമോ, എന്തെങ്കിലുമൊക്കെ കച്ചിത്തുരുമ്പ് കിട്ടും, ഇവനെ ഒന്ന് മയക്കിയെടുക്കുന്നത് നല്ലതാണ്. കണ്ടിട്ട് എല്ലാ പെൺകുട്ടികളോടും കൊഞ്ചുന്ന ഒരു ടൈപ്പ് ആളാണെന്നാണല്ലോ തോന്നുന്നത് എന്നൊക്കെ മാളവി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് മാളവികയെ കണ്ടിട്ടും ഒരു ഇടം കണ്ടിട്ടൊക്കെ നോക്കുന്നുണ്ട് അബി. അങ്ങനെ പിന്നീട് സംസാരിച്ച ശേഷം അബി പുറത്തോട്ട് പോവുകയാണ്. ആ ഒരു സമയത്ത് മാളവികയും പുറത്തോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അബി പോകുന്നത് കണ്ട് മാളവിക, ഹലോ സർ, ഒന്ന് നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അബിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ആ സമയത്ത് ഒരു പെൺകുട്ടി തന്നോട് വന്ന് സംസാരിക്കുന്നതിൽ അവളെ മയക്കിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ അബിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് കുട്ടിയുടെ പേരെന്താ, പുതിയതായിട്ട് ജോയിൻ ചെയ്തതാണല്ലേ, ഞാൻ മൂർത്തിസ് ജ്വല്ലറിയുടെ വലിയ തലപ്പത്തുള്ള ആളായിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ എന്നെ എന്നെയുമായിട്ട് കുറച്ച് ഉടക്കിയ സ്ഥിതിക്ക് ഞാൻ അവർക്കൊരു മുട്ടമണി കൊടുത്തിരിക്കുകയാണ്, അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അവരിപ്പോൾ ആകെ തോറ്റ് അവസ്ഥയിലാണല്ലോ, താഴോട്ട് പോയിരിക്കുകയാണല്ലോ ബിസിനസ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് അവരുടെ പിടിപ്പുകേട് കൊണ്ടാണ്, നമ്മൾ വീട്ടിലുള്ളവരെയും ഒക്കെ നല്ലപോലെ സ്നേഹിച്ച് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ ഏത് ബിസിനസ്സിലും ഉയർച്ച ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ അബി പറയുന്നുണ്ട്. അപ്പോൾ സമയത്ത് മാളവിക പറയുന്നുണ്ട്, അത് ശരിയാ സാറ് പറഞ്ഞത്, സാറ് നല്ലതുപോലെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അബിയെ പൊക്കിയടിച്ച് വെക്കുകയാണ്. പക്ഷെ നമ്മുടെ അബിയാണെങ്കിൽ ആ പെൺകുട്ടിയെ മുതലാക്കാനുള്ള ആ ഒരു ചിന്ത മനസ്സിലോട്ട് കൊണ്ടുവന്നിട്ട് അനഘയെ കൊണ്ട് നടന്ന പോലെ ഇവളെ കൊണ്ട് നടക്കാൻ കിട്ടുമോ എന്നുള്ള ആ ഒരു രീതിക്കൊക്കെ ചിന്തിക്കുകയാണ് അബി. പക്ഷേ നമ്മുടെ മാളവികയാണെങ്കിൽ ഇവനെ വളച്ചെടുത്ത് ഇവന് നല്ലൊരു പണി കൊടുക്കണം, ആദർശ് സാറിന് എതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന് തക്കതായിട്ടുള്ളൊരു ഇത് കൊടുക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ അബിയുടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്.
അങ്ങനെ അബി ചെറുതായിട്ട് വിട്ടു നിൽക്കുന്ന സമയത്ത് മാളവിക പറയുന്നുണ്ട്, ഇതെന്താ അന്യരെ പോലെ നിൽക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ കാണാം. എനിക്കാണെങ്കിൽ ഇവരെ പരിചയത്തിൽ ആരുമില്ല, അതുകൊണ്ട് സാർ വേണം എൻ്റെ കൂടെ കൂടാൻ, ഏത് സമയത്ത് വിളിച്ചാലും ഫോൺ എടുക്കണം കേട്ടോ എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം അബിയാണെങ്കിലും മനസ്സിലൊരു ലഡ്ഡു പൊട്ടി എന്നുള്ള ആ ഒരു രീതിക്കാണ് നിൽക്കുന്നത്. അങ്ങനെ അവർ തോളിൽ കൈയിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് മാളവിക ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ഈ ഒരു ഫോട്ടോ അത്യാവശ്യമാണ്, നിന്നെയിട്ട് വട്ടം കറക്കാനും ആദർശ് സാറിന് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്കൊരു പണി തരാനുമാണ് ഞാൻ ഈ ഫോട്ടോ സൂക്ഷിച്ച് വെക്കുന്നത് എന്നുള്ള ഒരു കാര്യം ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അതേസമയം നമ്മുടെ അബിയാണെങ്കിൽ ഇവൾ തനിക്കൊരു കെണി ഒരുക്കുകയാണ് എന്നുള്ള ആ ഒരു ചിന്തയും ഒന്നുമില്ലാതെ എല്ലാ പെൺകുട്ടികളെയും പോലും അഴിഞ്ഞാടാനുള്ള ആ ഒരു മനോഭാവത്തിലാണ് അബിയും നിൽക്കുന്നത്.